പാണക്കാടേക്ക് ഒന്ന് പോകണം. പാണക്കാട് CV അനുമോദുണ്ട്. നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ പലപ്പോഴും നിർണ്ണയിക്കുന്ന ഒരു തറവാട് കൂടിയാണ് പാണക്കാട് കുടപ്പനക്കുന്ന് തറവാട് എന്നുള്ളത്. അവിടെ അനുമോദ് ഉണ്ട്. അനുമോദ്, പാണക്കാട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കയറിയിട്ട്, തിരക്കുകൾ കയറിയിട്ട് കുറേ നാളുകളായി എന്ന് വേണം മനസ്സിലാക്കാൻ. അഭയകൽ നമുക്കറിയാം അവിടെ വളരെ പ്രാധാന്യമുള്ള, ലീഗിനൊക്കെ വളരെ പ്രാധാന്യമുള്ള നിരവധി മേഖലകളുണ്ട്. മലപ്പുറത്ത് ഒരു സമ്പൂർണ്ണ വിജയം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട് താനും. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും രാവിലത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പാണക്കാട് CKM ALP സ്കൂളിലാണ് ഞാനുള്ളത്. ഈ സ്കൂളിലാണ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനീറുൽ ശിഹാബ് തങ്ങളും ഒക്കെ തന്നെ വോട്ട് ചെയ്ത് 4 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ 126 നമ്പർ ബൂത്തിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും രാവിലെ തന്നെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ഒരു വരിയൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതുവരെ എവിടെയും മോക്ക് പോളിങ്ങിനിടെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ നമുക്കറിയാം മലപ്പുറത്ത് UDFൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ്. സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയുമ്പോൾ 16 മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. കുറച്ച് പോരാട്ടം നടക്കുന്നത് നമ്മൾ നേരത്തെ എല്ലാം തന്നെ പറയുന്ന പോലെ തവനൂരും പൊന്നാനിയിലും, അതുപോലെ തന്നെ LDF ശക്തമായ പോരാട്ടം നടത്തുന്ന മറ്റ് 4 മണ്ഡലങ്ങൾ വേങ്ങരയും മങ്കടയും പെരിന്തൽമണ്ണയും തിരൂരും ഒക്കെയാണ്. എന്നാലും ഇവിടെയൊക്കെ തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. UDF ഭരണത്തിലെത്തണമെങ്കിൽ മലപ്പുറത്ത് സമ്പൂർണ്ണ വിജയം നേടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് മലപ്പുറത്ത് UDFൻ്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് വലിയ ആത്മവിശ്വാസം തന്നെയായിരിക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നൽകുക. ഇപ്പോൾ നമ്മളൊപ്പം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയവർ, അതിരാവിലെ എത്തിയവരൊക്കെ നമ്മൾ ചേരുന്നുണ്ട്. ആദ്യം തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ, എല്ലാ വർഷവും ആദ്യം തന്നെ ചെയ്യാറ്. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഒരു പ്രതീക്ഷകൾ? മറ്റേ പാർട്ടി ബൂത്തിൽ വെച്ച് നമ്മൾ രാഷ്ട്രീയം എവിടെയാ? ഇവിടെ തന്നെയാണ് എല്ലാ തവണയും ആദ്യം വോട്ട് ചെയ്യാനൊന്നുമില്ല. ഇല്ല, ഇവിടെ തന്നെയാണല്ലോ തങ്ങൾക്കൊക്കെ വോട്ട്. എന്താണ് എല്ലാ തവണയും ആദ്യം തന്നെ വരുന്നത്? ഈ സമയത്തൊക്കെ നേരത്തെ എത്താറുണ്ടോ? അതോ ഇല്ല? എന്താണ് നേരത്തെ വരാനുള്ളൊരു കാരണം? അത് കഴിഞ്ഞല്ലോ അല്ലേ? നമ്മള് കടമ കഴിഞ്ഞല്ലോ അല്ലേ? തിരക്കാവണ മുമ്പ് ചെയ്യാനല്ലോ. തിരക്കാവും, വെയിലും ചൂടൊക്കെ ആണല്ലോ അല്ലേ? നല്ല ചൂടല്ലേ, നേരത്തെ ചെയ്തു. നമുക്ക് മറ്റ് ബൂത്തുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം ഈ 4 ബൂത്തുകളാണ് ഈ ഒരു സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളൊക്കെ ഈ സ്കൂളിൽ 2 വിവിധ ബൂത്തുകളിലായിട്ടാണ് വോട്ട് ചെയ്തത്. 7 മണിക്ക് ആദ്യ വോട്ടറായിട്ടാണ് 128 നമ്പർ ബൂത്തിലേക്ക് അദ്ദേഹത്തിന് ഇവിടെ 129 നമ്പർ ബൂത്താണ്. ഇവിടെയും മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇവിടേക്കൊന്നും പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മലപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഒരു മൃഗീയ ആധിപത്യം തന്നെ നമുക്ക് പറയാം. കാരണം ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടമായത്. താനൂരാണത്. താനൂർ തവണ തിരിച്ചു പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒട്ടേറെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു ഇടം കൂടിയായിട്ട് മലപ്പുറം സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ ഇടം കൂടിയായിട്ട് നമ്മൾ മാറുന്നത് കണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ട് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് V അബ്ദുറഹ്മാൻ മാറുന്നു. പകരം താനൂരിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കണ്ടെത്തുന്നു. മുഹമ്മദ് സമീർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നു. അതുപോലെ മങ്കടയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അലവിയെ മാറ്റി അവിടെ കുന്നത്ത് മുഹമ്മദ്, ലീഗ് വിമതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കുന്നത്ത് മുഹമ്മദിനെ ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അത്ര പുതുമയില്ലാത്ത രീതിയിൽ ചില പരീക്ഷണങ്ങൾ കൂടി മലപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ്. മറ്റ് UDFിലാകട്ടെ വലിയ കലാപങ്ങളൊന്നുമില്ലാതെ തികച്ചും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു നിർദ്ദേശപ്രകാരം, പദ്ധതി പ്രകാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് മുസ്ലിം ലീഗിൽ കണ്ടത്. കോൺഗ്രസിലാകട്ടെ തവനൂർ സീറ്റിനെ ചൊല്ലി ഏറെ ചർച്ചകളും ആലോചനകളൊക്കെ വന്നതിന് ശേഷമാണ് VS ജോയിലേക്ക് അത് എത്തുന്നത്. അങ്ങനെ ഒട്ടേറെ നേരത്തെ കണക്കാക്കിയതും കണക്കാക്കാത്തതുമായ ഒട്ടേറെ സംഭവവികാസങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്ത് നമ്മൾ കണ്ടത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഈ ജില്ല, ഏറ്റവും അധികം വോട്ടർമാരുള്ള ഈ ഒരു
മണ്ഡലങ്ങളുള്ള ജില്ല. സ്വാഭാവികമായിട്ടും വലിയ ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് കണക്കാക്കുന്നത്. 3,66,000-ലധികം വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ളത് 36,66,000 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ളത് തിരൂരാണ്. തിരൂരിൽ 2,55,000 വോട്ടർമാരുണ്ട്. ഏറ്റവും കുറവുള്ളത് ഏറനാടാണ്. അതിൽ 1,99,000 താഴെയാണ്. തീർച്ചയായും മലപ്പുറം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. അവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നിരയുണ്ട്. നേരത്തെ അനീഷും അനുമോദും ഒക്കെ പറഞ്ഞ പോലെ വലിയ ചൂടുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതും പ്രധാനമായ ഒന്നാണ്. ആജ്ഞ രവീന്ദ്രൻ ഉള്ളത് കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറവൂർ. അവിടെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവിൻ്റെ ബൂത്ത് കൂടിയാണ്. അദ്ദേഹം രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാകും മറ്റ് മണ്ഡലങ്ങളിലും മറ്റും അദ്ദേഹത്തിന് പോകേണ്ടി വരും. ആജ്ഞ നമുക്കറിയാം 10-25 വർഷമായി പ്രതിപക്ഷ നേതാവ് ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നിരയുണ്ടോ? അദ്ദേഹം 7 മണിക്ക് എത്തുമോ? മറ്റു വിവരങ്ങളും സ്വാഭാവികമായി വാർത്താ ലേഖകരെ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇന്നും പറയാൻ പല കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും രാജ്യത്ത് 7 മണിക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ ഇവിടെ എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ എന്തായാലും എത്തിയിട്ടില്ല. ഈ ബൂത്തിൽ, അതായത് പോളിംഗ് ബൂത്തിൽ അതിൻ്റെ ആദ്യഘട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് 50 വോട്ടുകൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ വിവിപാറ്റ് യന്ത്രം തയ്യാറാക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഇപ്പോൾ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നിരയൊന്നും ഇവിടെ നിലവിലില്ല. എന്തായാലും എറണാകുളം ജില്ലയെ മൊത്തത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പറയുമ്പോൾ തന്നെയും പറവൂര് ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ ബൂത്ത്. കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. ഈ ജില്ലയിലാകെ 25,03,842 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാർക്കും പുരുഷ വോട്ടർമാർക്കും പിന്നാലെ 27 ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സുമുണ്ട്. അതുമാത്രമല്ല കളമശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അതുപോലെ ഏറ്റവും കുറവ് വോട്ടർമാർ എറണാകുളം നിയോജക മണ്ഡലത്തിലുമാണുള്ളത്. ജില്ലയിൽ 3,148 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 14 ബൂത്തുകളാണുള്ളത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ കൂടുതൽ സ്ത്രീ ശാക്തീകരണം മുന്നിട്ടുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തുകൾ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന, പൂർണ്ണമായും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകൾ എന്നുള്ള നിലയിൽ 14 മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകൾ എന്നുള്ള നിലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 ബൂത്തുകളാണ് ഉള്ളത്. അതുപോലെ ഈ സ്ത്രീ ശാക്തീകരണ ബൂത്തുകൾ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സ്ത്രീകളായിരിക്കും. അതുപോലെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നിലവിൽ പറവൂര് വോട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.